ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു വഴുതനങ്ങ കൊണ്ടുള്ളൊരു മോരുകറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മോരുകറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 2 വഴുതനങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നീല വഴുതനങ്ങയാണ് എടുത്തേക്കുന്നത്. പിന്നെ 1/2 ലിറ്റർ തൈര് ഇതേപോലെ മിക്സിയിലിട്ട് ഒന്ന് ഉടച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൈര് എടുക്കുമ്പോൾ കുറച്ച് നല്ല പുളിയുള്ള തൈര് നോക്കി എടുക്കാൻ നോക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വഴുതനങ്ങ ഒന്ന് വട്ടത്തിൽ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് മസാല പുരട്ടി വെക്കണം, വറുത്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി എടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ പേസ്റ്റ് അല്ല, ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പേസ്റ്റ് ചേർക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടിത് പുരട്ടിയെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. മസാല നന്നായിട്ട് പുരട്ടിയെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങയ്ക്കകത്തോട്ട് പുരട്ടി വെക്കാം. പുരട്ടി അത് വെച്ചേക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് പുരട്ടി എടുത്താൽ മതി. ഇപ്പോൾ വഴുതനങ്ങ മസാലയൊക്കെ പുരട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുക്കാൻ എടുക്കാം. വറുക്കാൻ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് വറുക്കുമ്പോഴേ നമുക്ക് നാടൻ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം വറുത്തെടുക്കാനും കുറച്ച് മാത്രം വെളിച്ചെണ്ണ മതി. നമ്മൾ ഡീപ്പായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ആ പുറം ഭാഗം ഒന്ന് മുരിഞ്ഞ് കിട്ടത്തക്ക രീതിയിലാണ് എടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഉള്ള ഭാഗം എല്ലാം വെന്ത് കിട്ടിക്കോളും. അതിനുവേണ്ടി ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല, അല്പം മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്ത ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണ കുടിക്കും കേട്ടോ. എണ്ണ നന്നായിട്ട് കുടിക്കും. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ എടുത്ത വഴുതനങ്ങ മൊത്തം ഞാൻ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതൊന്ന് താളിച്ചെടുക്കാൻ, നമ്മുടെ മോരൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും അതേപോലെ 2 പച്ചമുളകും കൂടെ അരിഞ്ഞതും ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് മോരിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന വഴുതനങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം. അപ്പോഴത്തേക്കും ഈ മോരിനകത്ത് കിടന്ന് ആ വഴുതനങ്ങ നന്നായിട്ട് അരിഞ്ഞു വന്നോളും. അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ആ വഴുതനങ്ങ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു ഐറ്റമാണ് കേട്ടോ. നമുക്ക് ഈ മഴ സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മോരുകറിയാണ്. അപ്പം ഞാൻ സ്കൂൾ തുറക്കാൻ പോകുമല്ലേ, അപ്പം പിള്ളേർക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലോ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, താങ്ക്